അയിലമുടി വനസംരക്ഷണ സമിതി ജനറൽ ബോഡി യോഗം ചേർന്നു. അയിലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കാലയളവിൽ ഏറ്റവും അധികം നമ്മൾ പ്രയാസം നേരിടുന്നത് വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിന് ചില പരിമിതികളൊക്കെ നമുക്കുണ്ട്. ഇവിടെയുള്ളവർ ഉദ്യോഗസ്ഥരാണ്, ഇതിന് കുറ്റം പറയുകയല്ല. ഇവർ ചുമതലപ്പെടുത്തപ്പെട്ട ആളുകളാണ്, അല്ലാണ്ട് ഇവിടെ ഉള്ളവരെടുക്കുന്ന തീരുമാനങ്ങളല്ല നടപ്പിലാക്കുന്നത്. ഇവർക്ക് മുകളിലുള്ള സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ആ നിർദ്ദേശവും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലേ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും നമുക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നമ്മുടെ അയിലമുച്ചി വനത്തിൽ തീ പടർന്ന് വ്യാപിക്കുന്നത് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ടും നമുക്കങ്ങനെ കാണാൻ സാധിച്ചിട്ടില്ല. അതിന് വലിയൊരു കാരണം എന്ന് പറയുന്നത് ഈ സംഘാടക സമിതിയും നമ്മുടെ ഈ പ്രദേശത്തുള്ള നല്ലവരായ നാട്ടുകാരായി നിങ്ങളുടെ എല്ലാവരുടെയും പ്രയത്നം കൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ദുരന്തങ്ങളൊന്നും ഇന്നേ വരെ സംഭവിക്കാണ്ടിരുന്നിട്ടുള്ളൂ. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളുടെ ഈ വരുന്ന ഈ ഒരു വർഷ കമ്മിറ്റി, കഴിഞ്ഞ ഒരു വർഷ കമ്മിറ്റിയിൽ 1-2 പരാതികളൊക്കെ കേട്ടിട്ടില്ലായിരുന്നു, ആരും നേരിട്ട് പറഞ്ഞില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിലുള്ള ആളുകൾക്ക് മാത്രം ഈ വനത്തിൻ്റെ പ്രവർത്തനങ്ങൾ തൊഴിൽ വരുന്നത് അവിടേക്ക് മാത്രം പോകുന്നുണ്ട്, മറുവശത്തുള്ളവർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയതായിട്ട് ഇപ്പം നമ്മളിവിടെ തിരഞ്ഞെടുക്കുന്ന ഈ കമ്മിറ്റിയും ആ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ കമ്മിറ്റി അംഗങ്ങളും ഈ വനമേഖലയുമായി ചേർന്ന് നടക്കുന്ന പ്രദേശത്തുള്ള ആളുകൾ അതിൽ ഉൾക്കൊള്ളുമ്പോൾ ഒരു പ്രവർത്തനം ആ വിഭാഗത്തിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു പ്രവർത്തനം വരുമ്പോൾ ഇനിയൊരു വിധത്തില്ല, അങ്ങനെ ഒരുമയോടെ എല്ലാം കൂട്ടിയോജിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും മറ്റു തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. ഇല്ലേ? രഘു അധ്യക്ഷനായി. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സി ഷെറീഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. PV രതീഷ്, മോഹനൻ, ജൈലാവുദ്ദീൻ, അനൂപ് ചന്ദ്രൻ, സുരേഷ് കുമാർ, യൂസഫ് എന്നിവർ ആശംസ പ്രസംഗം നടത്തി. PV രതീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. UTV ന്യൂസ്, പാലക്കാട്.